മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും ബില്ലേലും പെണ്ണേലും മറിമായം. എന്റെ കാപ്പിലെടുത്തോ. വീട്ടുകരം വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വീട്ടുകരം വർദ്ധിപ്പിച്ചതിൽ നടപടി പ്രതിഷേധത്തിനിടയാക്കുന്നു. പുതിയ വർഷത്തെ വീട്ടുകരത്തിൻ്റെ ഡിമാൻഡ് നോട്ടീസ് കിട്ടിയ പലർക്കും നേരത്തെ അടച്ചിരുന്ന കരത്തിൻ്റെ 3-4 ഇരട്ടിയാണ് കരമായി നിശ്ചയിച്ചിരിക്കുന്നത്. അയ്യോ, ഇതിൻ്റെ കണക്കുകൾ മനസ്സിലാകാതെ ജനം അന്താളിക്കുകയാണ്. നോട്ടീസ് നൽകുന്ന ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ സംശയ നിവാരണം വരുത്താൻ കഴിയുന്നില്ല എന്നതും പരാതിക്കിടയാക്കുന്നുണ്ട്. സേവനം പരിധിക്ക് പുറത്ത്. എന്താത്? എന്താണത്? എന്താത് ഉണ്ടാവയ്യ പോട്ടണ. വേണോ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഇവിടെ എത്തിയില്ലേ? എന്താ കിട്ടിയോ? ആഹാ എന്ത് നോട്ടീസ് കിട്ടിയില്ലേ? അപ്പൊ ആള് വന്ന് നോക്കി തന്നെയില്ല അല്ലേ? ഒന്നും മുണ്ടിയില്ല ആള്. നോക്കി നോക്കാ. എന്താ എന്താ പണക്കൊന്നും മനസ്സിലായില്ലേ? എന്താ നോട്ടീസ്? കര അടക്കണ ഇത് അടക്കണ കടലാസാണ്. അത് നോക്കിയില്ല അപ്പൊ എത്ര നേരം? അയ്യോ ഇതിലെന്താ നോക്ക്, ഇത് 4500 റുപ്യ. ഇപ്പൊ ഞാൻ എന്താ എന്റെ വീടല്ലേ? എന്റെ വീടാ. അവന്റെ ഈ വീടിന് 4500 റുപ്യ. ഞാനല്ല അത് പറയണത്, പഞ്ചായത്താണ് പറയണത്. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു. പിക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലേ ഞാൻ അന്വേഷിക്കാനെ വന്നത്. എന്താ പനക്ക് കിട്ടുമോ എത്ര ആയി എന്നൊക്കെ അറിയാൻ വേണ്ടി. അല്ല ഇത് കൂടുതലാണല്ലോ. ആ ചങ്ങായി പോയോ? ഹലോ അവരൊന്നും വിളിച്ചിട്ട് എങ്ങോട്ട് പോയി നോക്കണ വെറുതെ വിവരമില്ലാതെ. എന്താ ഈ പറയണ? അയാളല്ലല്ലോ ഇത് തരുന്നേ. ഇത് പഞ്ചായത്ത് എന്ന് പറഞ്ഞ കണക്കാണ്. എന്നാലും 4500 റുപ്യ. 4500 റുപ്യ തന്നെ. പിക്ക് എങ്ങനെ 4500 റുപ്യ വന്നത്? ഇവർക്ക് എങ്ങനെ എല്ലാവർക്കും 4500ന്റെ കടക്കാരാണാവോ? എന്തൊരു കഷ്ടാണ്. എങ്ങനെയപ്പോ ഇത് ഇങ്ങനെ വരണത് കോയാ? അതൊക്കെ ഒരു കാൽക്കുലേഷനാണ്. അത് നിങ്ങൾക്ക് അറിയോ? എന്നാ ഒന്ന് പറഞ്ഞേരി. എങ്ങനെ അറിയാം? എനിക്ക് അറിയിച്ചപ്പോ ഞാൻ എന്റെ കൈ കൊണ്ട് നടക്കാൻ നിൽക്കോ? കായ് അടക്കന്നെ. ഇപ്പൊ വേറെ ഭാഗമൊന്നുമില്ല. ഇവർക്ക് മോഷണം ഒന്നോട് കടയിലേക്ക് വന്നാ ഞാൻ ആ പഞ്ചായത്തിന് പോയി വരാം. ഇപ്പൊ തന്നെ പോവാല്ലേ? ഇപ്പൊ പോയാ ഇവിടുന്ന് നടക്കണേ. അതൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ പോയിണ്ടാവും അവിടുന്ന്. ഇപ്പൊ സമയം എത്രയായി? സമയമായാലോ? അപ്പൊ സമയത്തിന് പോയാൽ തന്നെ അവിടെ ആളില്ല. പിന്നെയാണ് ഇപ്പൊ എന്താ പിന്നെ ഒന്നുമില്ല. എനിക്ക് നല്ല കച്ചവടമല്ലോ. കൊണ്ടുവന്ന് വെച്ചൊക്കെ ആകെ സാധനം കഴിഞ്ഞത് വാങ്ങിക്കൊണ്ടെങ്കിൽ പൈസ വേണ്ടേ? അതിനുള്ള പൈസ ഇല്ല. അതിന്റെ പുറമെ ഇപ്പൊ 4500. ഇപ്പൊ ഈ കട അങ്ങോട്ട് കൊടുത്താ എന്നിട്ട് ആ കായ് അടച്ചോളെ. അതല്ലേ രാവിലെ ജലദോഷവും പശയും തീർന്ന്. ഈ പൊട്ടന് ചെവിയും കേൾക്കില്ലെന്നാവോ? സാറേ, പൊട്ട സാറേ. ആരുടെ പൊട്ടൻ? പൊട്ടനല്ലേ? അല്ല, ഇവിടുന്ന് ഞാൻ ബില്ല് കൊണ്ട് അവിടെ വരുമ്പോ അവിടെയാണ് പൊട്ടൻ. ഇവിടെ ഞാൻ പൊട്ടനൊന്നും അല്ല. സാറ് എന്ത് പണിയാണ് കാണിച്ചത്? സാർ ആ ബില്ല് അവിടെ കണ്ടെടുത്ത് തന്നതും അങ്ങ് ഓടി രക്ഷപ്പെട്ടല്ലേ? ഇവിടുന്ന് ബില്ല് അവിടെ കൊണ്ടുവരിക, ഉടനെ തിരിച്ച് മിണ്ടാതെങ്കി വരിക. അല്ലാതെ നിങ്ങളുടെ പരാതി ഒന്നും കേൾക്കേണ്ട കാര്യം നമുക്കില്ല. സാറേ ഇതിപ്പോ ഒരു പരാതി തന്നെയാണ്. കാരണം ഇത്രയും കൂടുതൽ പൈസ ഈ ബില്ലിൽ വരാൻ ഒരു സാധ്യതയില്ല. സാധ്യതയുണ്ട്. ഇപ്പൊ കരമൊക്കെ കൂടിയല്ലോ, അപ്പൊ സാധ്യത കൂടും. സാർ ഇത് ഒന്ന് കുറച്ച് തരണം സാർ. എന്ത് കുറയ്ക്കണം? കരം കുറയ്ക്കണം. കരം കുറച്ച് ഇവിടെ വെച്ചങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി കരം. എന്നാ പിന്നെ അത് കുറച്ച് തരും സാറേ. കുറച്ച് തരുന്നേക്കതോ അവിടെ ബിൽ കളക്ടർ അവിടെ ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ല്. അവര് കുറച്ച് തരും അല്ലേ? കുറച്ച് തരും. അത്ര എളുപ്പമാണ്? ഭയങ്കര എളുപ്പമാണ്. ഇവിടുന്ന് 5 അടിയുള്ളൂ ഇവിടെ. കുട്ടിയെ ഇതിലേ കുറച്ച് പൈസ കൂടുതൽ, അതൊന്ന് കുറക്കി. നിങ്ങൾക്ക് ഇരിക്കാനാണ് അവിടെ കസേര ഇട്ടിരിക്കുന്നത്. ശരിയാണല്ലോ. അത് കലക്ടറാ? തൊടുമ്പോഴേക്കും വീണ കലക്ടറാണല്ലോ. 4500 രൂപ എടുക്കും. 4500 റുപ്യ ഇല്ല. അപ്പൊ പൈസ അടക്കണ്ടേ? പൈസ അടക്കണം. അപ്പൊ തരൂ. ഇത്രയും കൂടുതൽ പൈസ അടക്കാനില്ല. അത് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിട്ടാണല്ലോ ഇപ്പൊ വന്നത്.
അയ്യ ഇത് അത്ര കൂടുതലൊന്നുമല്ല. 5000-ന് മുകളിൽ ടാക്സ് അടയ്ക്കുന്നവരുണ്ട്. അടക്കണവരുണ്ട്, അതെനിക്കറിയണ്ട. നിങ്ങൾക്ക് ഇത് വലിയ പൈസ ആവില്ല, പക്ഷെ എനിക്കിത് വലിയ പൈസയാണ്. എൻ്റെ ഒരു ചെറിയ വീടാണേ. പക്ഷെ പൈസ അടച്ചാലാണ് കുറയ്ക്കാൻ പറ്റുള്ളൂ. പൈസ ഞാൻ അടച്ചു, നിങ്ങൾ കുറച്ചില്ലെങ്കിലോ, അത് തിരിച്ചെനിക്ക് തന്നില്ലെങ്കിലോ? അതിപ്പോ എനിക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ഞാനല്ലല്ലോ കുറയ്ക്കുന്നത്. കണ്ട ഇപ്പൊ തന്നെ വാക്ക് മാറിയില്ലേ. ഇതാ ഞാൻ പറയണേ, പൈസ അടക്കാൻ പറ്റില്ല. ഇപ്പൊ ഇത് കുറയ്ക്കണോ? കുറയ്ക്കണം, അത് കുറയ്ക്കാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത്. അപ്പൊ ഈ 4500 രൂപ അടയ്ക്കണം. ഇനി അതന്നെ പറയണ്ടത്. എന്നിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം. എന്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഇല്ല? ഉറപ്പ്? എനിക്കത് കുറച്ച് തരണം. കുറച്ച് തന്നിട്ടുള്ള പൈസ എത്ര വെച്ചാൽ ഞാൻ കേട്ടാ. അപ്പൊ ഇതിനെ പറ്റി കൂടുതലൊന്നും ഇനി എന്നോട് ചോദിക്കണ്ട. പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിച്ചാൽ മതി. സെക്രട്ടറി അവിടെ ഉണ്ട്. എവിടെ? അവിടെ ഉണ്ട്, പോയി കണ്ടോളൂ. കുട്ടി എവിടുത്തെ? ഞാൻ എവിടത്തെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ? അല്ല, ഞാൻ കണ്ട പോലെ ഉണ്ടേ. ഭാസ്കരന്റെ മാളിട്ടാണോ? അല്ല. ഭാസ്കരന്റെ മാളില്ലല്ലോ. പറ്റിച്ചതാ. ഹലോ, പഞ്ചായത്ത് സെക്രട്ടറി സാറാണല്ലേ? പിന്നെ എന്താ അവിടേക്ക് തിരിഞ്ഞിരിക്കണത്? അത് ഈ വാസ്തുശാസ്ത്ര പ്രകാരം ഇങ്ങോട്ടിരിക്കണാണ് ഉത്തമം. അതെന്തായാലും നന്നായി സാറേ. ആരെങ്കിലും പുറത്തുനിന്ന് വരുമ്പോഴേ വേഗം തിരിച്ചു പോയിക്കോളൂ. അതെ, ഒരു പരാതിക്കാരും ഉണ്ടാവില്ല. അതെ. അതിപ്പോ സാറേ, ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. എന്താ? ഒരു 4500 ഉറുപ്പിയുടെ ബില്ല് എൻ്റെ തലയിൽ വന്ന് വീണു. എന്നിട്ട് പൊട്ടിയ? എന്ത് തല പൊട്ടിയൊന്നുമില്ല, പക്ഷെ എൻ്റെ ബോധം പോയി സാറേ. എനിക്ക് ബോധം വരുമ്പോ വാ. ബോധം വന്നു. ഞാനിപ്പോ ഈ 4500 ഉറുപ്പിക ഇതൊന്നും കുറയ്ക്കാതെ പാകില്ല. ഇത് നികുതി അടയ്ക്കാനുള്ളതല്ലേ? അതെ. അല്ല, ജപ്തി നോട്ടീസ് ഒന്നും അല്ലല്ലോ. ജപ്തി നോട്ടീസ് ഒന്നുമല്ല. നിങ്ങളുടെ കെട്ടിടത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നികുതി അടയ്ക്കേണ്ടത്. എൻ്റെ കെട്ടിടത്തിന് അതിന് കുഴപ്പമൊന്നുമില്ല, നല്ല സ്വഭാവമാണ്. നിങ്ങളുടെ കെട്ടിടം ഷോപ്പ് അടക്കമുള്ളതാണോ? ഷോപ്പ് എന്നൊന്നും പറയാൻ വയ്യ സാറേ. ഒരു വെട്ടിക്കട, ഈ മോരുമ്പള്ളവും സർബത്തും കുലുക്കി സർബത്ത് അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. വീടിനോടൊപ്പം ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ നികുതി കൂടുതൽ അടക്കേണ്ടി വരും. അതാണ് ഈ 4500 രൂപ. അല്ല സാറേ, അല്ല ഇതിപ്പോ ഒരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു ചെറിയ കച്ചവടമല്ലേ മോരുമുള്ള കച്ചവടം. എന്നാലും ഇത് കുറച്ച് അന്യായമായി പോയി സാറേ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടി കുറച്ചിട്ട് ഒന്ന് കുറച്ച് തരൂ സാർ. നിങ്ങളുടെ വലതുവശത്തിരിക്കുന്ന ഫയൽ എടുക്ക്. അതിനടിയിലുള്ളതാണ് അപ്പീൽ ഫോം. അത് ഫില്ല് ചെയ്തിട്ട് ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കണം. ആണോ? ഫ്രണ്ട് ഓഫീസിൽ കൊടുത്താൽ മതി അല്ലേ? ഫ്രണ്ട് ഓഫീസിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ കരമടയ്ക്കുന്നതിൻ്റെ ബാക്കി അത് കുറയ്ക്കാൻ പറ്റുമില്ല എന്നൊക്കെ നോക്കാം. ശരിയാവും സാറേ. സാറിൻ്റെ വീട് എവിടെ? താമരശ്ശേരി. അവിടെ ഒരു രാജശേഖരൻ അറിയൂ? താമരശ്ശേരി രാജശേഖരൻ്റെ അച്ഛനാണോ? ആര്? നിങ്ങൾ? അല്ല. ഓ, അയാൾക്ക് അച്ഛനില്ല. സാറേ, ഈ വാസ്തുശാസ്ത്ര വിധി പ്രകാരം കസേര അങ്ങോട്ട് തിരിച്ചിട്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് കസേര മാറ്റിയിട്ടിട്ട് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതാ. സാറേ, ഈ ഇതിവിടെ തരാൻ പറഞ്ഞ അപേക്ഷ. അവിടെ ഇട്ടിരിക്കണോ? ആ, എന്ത് പറഞ്ഞു?
ഈ അപേക്ഷ ഇവിടെ തരാൻ പറഞ്ഞു. ഇത് അപ്പീലിനുള്ള അപേക്ഷയാണ്. അതെ അതെ സാർ, അതൊന്ന് പൂരിപ്പിച്ചായിരുന്നു. ഞാൻ പൂരിപ്പിച്ചത് ശരിയാവില്ല, അതാണ്. ഈ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഉണ്ടോ? കോർട്ട് സ്റ്റാമ്പില്ല. ഇല്ലേ? പക്ഷെ അത് വേണം. അയ്യോ, അപ്പോൾ അത് ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. എന്നെടുത്തോ. 20 രൂപയുടെയാണ് ആവശ്യം കേട്ടോ. 20 രൂപ ഒട്ടിക്കേണ്ടി വരും ഇതിൽ. അതെ അല്ലേ? ഒട്ടിച്ചോളാം. ഇവിടെ ഉണ്ട്. ഞാൻ 100 തന്നത്, 20 സ്റ്റാമ്പിന്. ഇത് സ്റ്റാമ്പ് ഒട്ടിച്ചു കഴിഞ്ഞാലേ അങ്ങോട്ട് താഴോട്ട് ഘട്ടം ഘട്ടമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. പോയി കുറേ ഉണ്ട് പൂരിപ്പിക്കാൻ. വാർഡ് 4 44. 4 ഒരു 4. 4 വാർഡ് ഇപ്പം 3 വാർഡാക്കിയില്ലേ? 3 വാർഡൊക്കെ 4ആയി. 6 വന്നു 9ആയി. 9 വാർഡ് ഇപ്പം 1 വാർഡാക്കി എന്നാണ് തോന്നുന്നത്. എത്രാം വാർഡാണ് ഇപ്പം? 4 വാർഡ്. 4 വാർഡ് ഇപ്പൊ 1 വാർഡ്. അപ്പൊ 9 ഇവിടെ അല്ല. 9 8ആയില്ലേ? 8ആയി. 4 ഇപ്പൊ 3 ആയത്. 9 3. 9 വാർഡ് ഇല്ലല്ലോ. 9 വാർഡ് അപ്പുറത്ത്. അല്ല 9 വാർഡ് 8ആക്കി. അപ്പൊ 9 8ആക്കി. 8 ഇപ്പൊ 1. 1 അപ്പൊ 3 5ആയി. അപ്പൊ 9 ഇവിടെ അല്ല. അല്ല അത് 8ആക്കി. 8. നിങ്ങൾ 1. സാറേ ഏതെങ്കിലും ഒരു വാർഡ് എഴുതിയാ പോരെ? ഏതെങ്കിലും വാർഡ് എഴുതിയ പേ വാർഡെന്ന് എഴുതിയാൽ മതി. അല്ല, ഈ ഇതിൽ വരുന്ന ഏതെങ്കിലും ഒരു വാർഡ് എഴുതണ്ടേ? അല്ലാണ്ട് അത് പറ്റൂല. അല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ 4 തന്നെ എഴുതിയാൽ മതിയല്ലോ. ആദ്യത്തെ 4 പക്ഷെ 3 ആക്കിയില്ലേ? എന്താ പിന്നെ 3 എഴുതിയാ പോരെ? 3 4 ആയില്ലേ? 6 9. എത്രയെങ്കിലും എഴുതി സാറേ. ഒരു 4 വാർഡിന് എഴുതിയാലോ? 4 എഴുതിക്കോളൂ. എന്തെങ്കിലും ഒരു തീരുമാനമാണല്ലോ അപ്പൊ അതിന്. നിങ്ങളുടെ പ്ലിന്ത് ഏരിയ കുറച്ച് കൂടുതലാണല്ലോ. പ്ലിന്തോ? പ്ലന്തല്ല, പ്ലിന്ത്. എന്ത് പ്ലിന്ത്? അങ്ങോട്ട് നീങ്ങിവിടെ. അങ്ങോട്ട് ചാടിയാണ് വീഴുന്നു. പ്ലിന്ത് ഏരിയ കുറവാണ്. വീട് ഏത് മേഖലയിലാണ്? താനെന്താടോ ഒരുമാതിരി പന്തം കണ്ട പരിചയ പോലെ നേരെ ഇക്കടോ. വീട് ഏത് മേഖലയിലാണെന്ന് പറഞ്ഞത്? മിതോഷ്ണ മേഖലയിൽ. എന്ന് ആര് പറഞ്ഞു? അല്ല, കുട്ടികൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ രാജ്യം മിതോഷ്ണ മേഖലയിലാണ്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം സമതലമാണോ അതോ തീരപ്രദേശമാണോ അതോ മലയോര പ്രദേശമാണോ എന്നാണ് ഉദ്ദേശിച്ചത്. സാറ് സമതലം എഴുതിക്കോളൂ സാറേ. വീടിന്റെ മേൽക്കൂര ഓടും ഷീറ്റ്. ഓടോ ഷീറ്റോ? ഓടും ഷീറ്റും. കുറേ ഓടും കുറേ ഷീറ്റും. കുറേ ഭാഗം ഓടും കുറേ ഭാഗം ഷീറ്റും. വീട്ടിലേക്കുള്ള വഴി അത് തറയിലൂടെ തന്നെ നടന്നു പോണം. വേറെ വഴിയൊന്നുമില്ല. കെട്ടിടത്തിന്റെ പഴക്കം 50. 50. 80 അല്ല, 50. 50 തന്നെ ഇവിടെ. ഘടനാപരമായ മാറ്റം ഒരു 8-10 ഓട് പൊട്ടിപ്പോയി കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതെ, അത് ഘടനാപരമായ മാറ്റമല്ല. ഓട് പൊട്ടിയാൽ അത് മാറ്റിയില്ലെങ്കിൽ വായിൽ വെള്ളം വീഴും, മഴ പെയ്യും. പിന്നെ സാറേ, ഈ ചുമര് കരിക്കട്ടിയും പച്ചലൊക്കെ വെച്ചിട്ട് കുട്ടികൾ കുത്തി വരച്ചിട്ട് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ട്, താമര അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ചുമർ ചിത്രങ്ങളെ പറ്റി ഇവിടെ ചോദിച്ചില്ല. അല്ല, അത് അങ്ങനെ വരച്ചിട്ടുണ്ട്. അതൊരു കുഴപ്പമാണെങ്കിൽ അത് ഞാൻ പെട്ടെന്ന് വെള്ളം പൂശിയിട്ട് ശരിയാക്കും. എന്താ ഇവിടെ ഒപ്പിടും? മാറിപ്പോകും. ഇവിടെ തന്നെ പേരെഴുതി ഒപ്പിടണോ അതോ ആദ്യം നിങ്ങൾ ഒപ്പിട്ടാൽ മതിയോ? അപ്പോൾ കുഴപ്പമില്ല. പേരെഴുതാണെങ്കിൽ സാറിന് എഴുതേണ്ടി വരും. ടാക്സ് അടച്ച റെസിപ്റ്റിങ് എടുത്തോ? ടാക്സ് അടച്ചിട്ടില്ല. അടച്ചിട്ടില്ല. പിന്നെ അല്ല, അത് ഞാൻ അടയ്ക്കണം. കൊണ്ടുപോയി അടച്ചിട്ടോടോ? അപ്പൊ നേരത്തെ പോയിട്ട് അടയ്ക്കത്തില്ലേ? ഇല്ല, ഞാൻ അതുവരെ പോയേ ഉള്ളൂ, അടച്ചില്ല. അതെന്താ അടയ്ക്കാത്തെ? അത് സാറേ, ഈ മുഴുവൻ പൈസയും നമ്മൾ അടച്ചു കഴിഞ്ഞിട്ടേ പിന്നെ അത് കുറച്ചെനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്നൊരു പേടിയുണ്ട്. അങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് അടയ്ക്കുന്നത്. അല്ല, അത് തിരിച്ചു തന്നില്ലെങ്കിലോ പൈസ? എന്തോ? അല്ല, ഞാൻ ബാക്കി കുറച്ച് പൈസ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പോയി ചെയ്യണം. അപ്പോൾ മുഴുവൻ പൈസ അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തന്നില്ലെങ്കിലോ? ആ പേടി വേണ്ട. ഫ്രണ്ട് ഓഫീസ് വഴി നടക്കാത്ത കാര്യങ്ങൾ ബാക്ക് ഓഫീസ് വഴി നടത്താം. ബാക്കിൽ ഓഫീസ് ഉണ്ടോ? ബാക്കിൽ ഓഫീസ് ഉണ്ട്. ബാക്ക് ഓഫീസ് അതായത് ഫ്രണ്ട് ഓഫീസിൽ നടക്കാത്തത് ബാക്ക് ഓഫീസ് വഴി നടത്തും. ഓ, മനസ്സിലായി. ഇപ്പോൾ മനസ്സിലായി. സാറേ, സാറിന്റെ വീട് എവിടെ? പഴയ തെരുവ്. പഴയ തെരുവിലേ കുമാരന്റെ മോന? അല്ല, കുമാരന്റെ മോനില്ലല്ലോ. കുമാരന്റെ മോനില്ല, ഞാൻ വെറുതെ വെച്ചതാ. എന്നെ കാണാനൊക്കെ എന്താ ഇവിടെ വീട് കൊടുത്തോ? കൊടുക്ക്. കച്ചവടമായില്ല അല്ലേ? വീട് എങ്ങനെയാ കുഴപ്പമില്ല, ഞാൻ അടക്കാൻ പോണു. അല്ല, പിന്നെ ജപ്തിയോ? എന്താ എന്റെ വീടിന്റെ മുറ്റത്ത് 4-5 ആൾക്കാർ നിന്ന് അളക്കം പിടിക്കൊക്കെ ചെയ്യുന്നുള്ളൂ. എന്താ? ഞാൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ബാഗിന്ന്. അതിലൊരു 5000 രൂപ കൊടുക്കാൻ ബാക്കിയുള്ളൂ. എന്നാ എന്നെ അവർക്ക് 5000-10000 ഒന്നുമില്ല. വേഗം പോയിക്കാളെ പോയി ജപ്തിയാ പോകുന്നത് വീട്. 5000 രൂപയ്ക്ക് ജപ്തിയോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ബാങ്കിന്നാവും. അതെന്നായി
സാറേ എന്താണിത്? എന്താ ഈ കാണിക്കണത്? ഒരു 5000 രൂപ കേട കേസല്ലേ, അത് ഞാൻ കൊണ്ടുവന്ന് കെട്ടില്ലേ? നിങ്ങൾ എന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇത്തിരി ഗൗരവത്തിൽ പറയുന്നു. നിങ്ങൾ ആരെങ്കിലും ചോദിക്കും. ഇയാളാരാ? ഞാൻ ഈ വീടിന്റെ ഓണറാണ്. എന്നങ്ങോട്ട് മാറിക്ക്. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ സമ്മതിക്കില്ല. എന്റെ വീട്ടിൽ ഈ ഒപ്പ് ഇയാളിട്ടാണോ ചോദിച്ചത്? ഈ ഒപ്പ് താനിട്ടാണോ? അത് ഞാനിട്ടാണ്. എടോ, തന്റെ അപേക്ഷ പ്രകാരം പഞ്ചായത്ത് നിന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ വന്നിട്ടുള്ളവരാണ് ഞങ്ങള്. ഇത് അപ്പലേറ്റ് ഓഫീസറാ. ആര്? അപ്പലേറ്റ് ഓഫീസർ. കോയ ഇവര് ജപ്തി ചെയ്യാൻ വേണ്ടി വന്നതല്ല, ഇത് പരിശോധിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ജപ്തി ചെയ്യാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. ഞാനിത് കണ്ട ആൾക്കാർ ഇങ്ങനെ പാന്റ് ഷർട്ടൊക്കെ ഇട്ട് വന്നപ്പോൾ ചേട്ടാ, നിങ്ങൾ തടസ്സപ്പെടുത്താതിരുന്നാലേ ഇത് അളന്ന് ടാക്സ് പുനർനിർണ്ണയിക്കാൻ ഒക്കെ ഉള്ളൂ. ഇല്ല, ഞാൻ തടസ്സപ്പെടുത്തുന്നില്ലാന്ന്. നടന്നോ? പിന്നെ പുനർനിർണ്ണയിച്ചിട്ട് ഇങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. 4500 അത് എനിക്ക് കുറച്ച് തരാനുള്ള ഇങ്ങോട്ട് കുറച്ച് തരണം. ഇത് കുറയ്ക്കണോ കൂട്ടണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ഞങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് വേണം. ഒന്ന് അളക്കാൻ അനുവദിക്കേ. $11.8. അല്ല, ഈ വീടിന്റെ പിറകിലേ ഇതിനോട് ചേർന്ന് വേറൊരു ബിൽഡിംഗ് കാണാനല്ലോ. അത് കോഴിക്കോടാണ് സാറേ. കോഴിക്കോടാ? എന്നിട്ട് അവിടെ കോഴിയൊന്നും കാണാനല്ലോ. അതിപ്പോ സാറന്മാര് വരണ വിവരം കോഴി അറിഞ്ഞിട്ടുണ്ടാവില്ല. അതെ, ഒരാൾക്ക് ശരിക്കും താമസിക്കാൻ പറ്റിയ സൗകര്യമുള്ള വീടാ അത്. അതളക്കണം, അതളക്ക് സാറേ. അത് കോഴിക്കോടാണ്. കോഴിക്കോട് എന്താ അളക്കണേ? ഇത് സൂതൻ സാറിന്റെ വീടിനെ കാണാൻ വലിയ വീടാണുള്ളത്. ആ ബിൽഡിംഗ് അല്ലാണ്ട് തന്നെ അതിന്റെ അപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ. അത് ബിൽഡിംഗ് ഒന്നുമല്ല, അത് കുളിമുറിയാണ് സാറേ. അതിന് മേൽക്കൂരല്ലോ, അപ്പൊ അത് അളക്കേണ്ടി വരില്ല. മേൽക്കൂരില്ല, അതിന് ടാക്സ് ഇല്ല. എടോ, ഈ പെണ്ണുങ്ങൾ കുളിക്കണ റൂമല്ലേ, അതിന് മേൽക്കൂര ഇല്ലാഞ്ഞാ പറ്റുമോ? ഇവര് മേൽക്കൂര കെട്ടും, നമ്മൾ വരുന്നതുകൊണ്ട് കെട്ടാണ്ടിരിക്കുക. അതും നമുക്ക് അളക്കണം. എന്തൊക്കെ അങ്കാണ് സാറേ, അതൊന്നും അളക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇതിന്റെ മുകളിൽ വല്ല ബാൽക്കണി വല്ലതും ഉണ്ടാ? എന്ത് ബാൽക്കണിയാ വീടിന്റെ മുകളിലേ? വഴിയുടെ കാര്യം ചോദിച്ചേ. ഇവിടേക്കുള്ള വഴി എങ്ങനെയാ? വഴി ഇപ്പൊ സാറുമാര് വന്നില്ലേ, അതന്നെയാണ് വഴി. പിന്നെ അതിലും വരാം. അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. വഴി 1.5 മീറ്റർ കുറവാണെങ്കിൽ നിങ്ങളുടെ വീടിന് ടാക്സ് കുറയും. അപ്പൊ അതിൽ വന്നാൽ മതി. അതാണ് ഞങ്ങളുടെ വഴി. അതാണ് ഞങ്ങള് വാപ്പകാർന്നമാര് നടന്നു വന്നിരുന്ന വഴിയാണ് അത്. അല്ല, നമ്മുടെ പ്ലാനിൽ ഏത് വഴിയാന്ന് നോക്കണം സാർ. നിങ്ങൾ ഇവിടെ എന്ത് ബിസിനസ്സാ ചെയ്യണത്? ബിസിനസ്സോ? എനിക്കൊരു ബിസിനസ്സും ഇല്ല സാറേ. ബിസിനസ് ഇല്ലേ? എന്നിട്ട് ഇവിടെ കൊമേഴ്ഷ്യലാണല്ലോ കാണിക്കണം, മർച്ചന്റൽ ബിൽഡിംഗ്. എന്റെ പൊന്ന് സാറേ, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പെട്ടിക്കട ഇട്ടിരുന്നു, മോരുമുള്ള കച്ചവടത്തിന്. അങ്ങനെ ഒരു കട ഇതിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു കട ഉണ്ടെങ്കിലേ അതിന് സ്ക്വയർ മീറ്ററിന് 40 രൂപ വെച്ചിട്ട് ടാക്സ് അടയ്ക്കണം. അതുകൊണ്ടാണ് നിങ്ങളുടെ ടാക്സ് കൂടിയിരിക്കുന്നത്. അതെ, ഇപ്പൊ ആ കട ഇല്ലല്ലോ. ആ കട എവിടെ പോയി? പോയി സാറേ, ഇല്ല. അത് നാളെ ഒരു JCB പോയപ്പോ അതിന്റെ ഒരു മൂല്യം കൊണ്ടാണ് പോയി. ബാക്കിയുള്ള പിന്നെ വിറകിനെടുത്ത് കത്തിച്ചു ഞങ്ങള്. ഈ 4500 രൂപ കരം കൊടുത്തിട്ട് എനിക്കിപ്പോ അങ്ങനെ ഒരു പെട്ടിക്കട ആവശ്യമില്ല അവിടെ. അല്ല, അങ്ങനെ ഒരു പെട്ടിക്കട അവിടെ ഇല്ലെങ്കിൽ പിന്നെ ടാക്സ് കൂടില്ല. അതുള്ളത് കൊണ്ടാണ് ടാക്സ് കൂടുതലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിൽ കുറച്ച് തരാമല്ലോ. കുറച്ച് തരും. എന്നാ പിന്നെ ആണ് കുറച്ച് തന്നാ പിന്നെ കുഴപ്പമില്ല. ഞാൻ ആദ്യം പറഞ്ഞപ്പോ ഒന്ന് പേടിച്ചു പോയി. അപ്പൊ നമുക്ക് അത് അങ്ങനെ എഴുതി ശരിയാക്കാം. എന്നാ വലിയ ഉപകാരം സാറേ. ഞാൻ നാളെ പഞ്ചായത്തിലേക്ക് വരാം. കളിയാക്കല്ലേ കേട്ടാ. എന്നാലും രക്ഷപ്പെട്ടു. ടാക്സ് കുറച്ച് കിട്ടിയല്ലോ. അതെ, എന്നാലും എന്റെ സത്യശീലായി ആ പെട്ടിക്കട കത്തിച്ചാളുണ്ടായിരുന്നില്ല. അത് കഷ്ടായി. ആര് കത്തിച്ച് കളഞ്ഞു? ഇല കത്തിച്ചു കളഞ്ഞെന്ന് പറഞ്ഞ് അത് ഞാൻ അവന്മാരോട് വെറുതെ തട്ടിവിട്ടതല്ലേ. എന്താ ചെയ്തായി? പെട്ടിക്കട ഞാൻ നേരെ എടുത്തിട്ട് നമ്മുടെ ആ പാലത്തിന്റെ അങ്ങേ പുറത്ത് കൊണ്ടുപോയി വെച്ചു. അത് വേറെ പഞ്ചായത്തല്ലേ. അത് അപ്പൊ അല്ല, അപ്പൊ ആ പഞ്ചായത്തിൽ നിന്ന് ഈ നികുതി അടക്കണ്ട വന്നാല് അപ്പൊ ഞാൻ അത് എടുത്തു കൊടുത്തിട്ട് ഇവിടെ വെക്കും. വല്ലാത്ത സാധനം. അത് കോയാ, ഈ ജാതി പഞ്ചായത്തുകാരുടെ ഇടയിലൊക്കെ ജീവിച്ചു പോണെങ്കിലേ ഇങ്ങനെ ചില കുരുട്ട് ബുദ്ധികളൊക്കെ പ്രയോഗിക്കേണ്ടി വരും. അത് നേരാ. ന്യായം മായം മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും. നല്ലേലും ബില്ലേലും പെണ്ണേലും മറിമായം ചുണ്ടേലും ചിന്തേലും ചന്തേലും മായം.